ഹലോ ഗായ്സ്, ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഇന്ന് ഞാൻ റോഡരികിലേക്ക് നടന്നു വന്ന വഴി സീതപ്പഴം ഇങ്ങനെ കൊലകുത്തി മറിഞ്ഞ് കിടന്ന് ആടുന്നു. വായോ 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് വിലകളൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം അഥവാ കസ്റ്റഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ കിലോയ്ക്ക് 300 രൂപ എന്നൊക്കെ പറഞ്ഞാണ് ഇത് 1/2 കിലോ ഒക്കെ മതി എന്ന് പറഞ്ഞ ആൾക്കാർ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു ഫ്രൂട്ടാണിട്ടത്. തലച്ചോറിനും കുട്ടികളുടെ ആരോഗ്യത്തിനും ബ്ലഡ് കുറവിനൊക്കെ നമുക്ക് ധാരാളമായിട്ട് അനീമിയക്കൊക്കെ എതിരായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് വളരെ ബെനിഫിറ്റുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്. നല്ല ഗുണങ്ങളുള്ള ഫ്രൂട്ട് തന്നെയാണിട്ടത്. എന്നാൽ ആദ്യം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്തച്ചക്കയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വന്നത്. പക്ഷേ എന്നാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ കസ്റ്റഡ് ആപ്പിൾ എന്ന് പറയുന്ന സാധനം ശരിക്കും പറയണേ മണ്ണിലേക്ക് മുട്ടി ഉണ്ടായിട്ട് നിൽക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഈ തണ്ടിനധികം വണ്ണമില്ല, പക്ഷേ ഇഷ്ടം പോലെ ഇതിനകത്ത് സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ മണ്ണ് കുത്തിന്ന് വാങ്ങിച്ച് നേഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് നട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വില കൊടുത്ത് ഒരുപാട് 300 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന നേരം കൊണ്ട് ഒരു 150 രൂപയ്ക്ക് ഒരു തൈ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ആയുഷ്കാലം മുഴുവനും കഴിക്കാവുന്ന അത്രയും സീതപ്പഴം ഈ തണ്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം എന്ന് പറയുന്നത്. തൈകൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് വീട്ടിൻ്റെ മുന്നിൽ തന്നെ അത് ഉണ്ടായി നിൽക്കുന്നതാണ്. എന്തൊരു ഐശ്വര്യമാണെന്നറിയാമോ. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ട് ഈ കസ്റ്റഡ് ആപ്പിൾ സീതപ്പഴത്തിനൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാല സമയത്താണ് ഇത് കൂടുതലായിട്ട് കായ്ഫലം ലഭിക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നി. ഇഷ്ടം പോലെ ഉണ്ട്. കടുത്ത ചൂടാണ്, കടുത്ത വെയിലാണ് കേട്ടോ. പക്ഷേ ഇഷ്ടം പോലെ കസ്റ്റഡ് ആപ്പിൾ ഇത് മിണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് കൺകുളിർക്കി കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. എല്ലാവരും ഇത് കണ്ടിങ്ങനെ നോക്കുന്നത്. അതുപോലെ ചക്ക എന്ന് വെച്ചാൽ മണ്ണിൻ്റെ താഴെ ഇങ്ങനെ മുട്ടിക്കിടക്കേണ്ട ചക്ക ഇപ്പോൾ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ വെട്ടാൻ തോന്നുന്നുണ്ട്. അതുപോലെ നിൽക്കുന്ന ചക്ക, ഇപ്പം ചക്ക, മാങ്ങ, ഇപ്പോൾ സീതപ്പഴം, അതുപോലെ പൈനാപ്പിളൊക്കെ ഈ വേനൽക്കാല സമയത്തൊക്കെ പ്രകൃതി അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു സാധനം തന്നെയാണല്ലേ. ഈ കടുത്ത ചൂടിനൊക്കെ ഇതൊക്കെ കഴിച്ചാൽ നമുക്കൊരു കുളിർമ ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് നടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.